ഇത്രമാത്രം കുത്തഴിഞ്ഞ രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ആ വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്ക് വന്ന കുട്ടിയുടെ നാക്കിന് ശസ്ത്രക്രിയ ചെയ്യുന്ന സാഹചര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. ആ സ്ത്രീയുടെ വയറ്റിനകത്ത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വെച്ച് സർജറി പൂർത്തിയാക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇതിന് ഒന്നാമത്തെ ഉത്തരവാദി മുഖ്യമന്ത്രിയും രണ്ടാമത്തെ ഉത്തരവാദി ആരോഗ്യ വകുപ്പ് മന്ത്രിയുമാണ്. നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇടത് സർക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ അവഗണിക്കുകയാണെന്നും മെഡിക്കൽ കോളേജിനെ തകർത്ത് സ്വകാര്യ ലോബിക്ക് ഉയർന്നതിനു വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ സഹായമൊരുക്കുകയാണ് എന്നും ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ ഏകദിന ഉപവാസം സംഘടിപ്പിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിരവധിയായ പരാതികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് മരുന്നിന്റെ വലിയ ക്ഷാമം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറിയും അതോടനുബന്ധിച്ച് പുക പരക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി ഏതാനും ആളുകൾ മരിക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർത്തുകൊണ്ട് സ്വകാര്യ ആശുപത്രികൾക്ക് ഉയരുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാർ ഒരുക്കുകയാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രധാനമായും ആരോപിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഷഹീൻ നമ്മളോട് സംസാരിക്കുന്നു. ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോലുള്ള സാഹചര്യം എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിരന്തരമായിട്ട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനത്തെ, അതിൽ ഏറ്റവും ഒടുവിലത്തതാണ് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം സൂപ്പർ സ്പെഷ്യാലിറ്റി സർജിക്കൽ ബ്ലോക്കിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തമാണ്. ആ 7 നില കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് 2 വർഷമാവുന്നുള്ളൂ. 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭീകരമായ രീതിയിലുള്ള ഈ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടാവുന്നത്. ഒരു ദിവസം 4 ദിവസത്തിനിടയിൽ 2 തവണയാണ് അവിടെ തീപിടുത്തം ഉണ്ടായത്. ഈ രീതിയിൽ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സുരക്ഷാ വീഴ്ച, അതോടൊപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് തുടർന്നുകൊണ്ടിരിക്കുന്ന ചികിത്സാ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലത്തെ ഒരു വലിയ സ്ഥാപനത്തില് ഈ മലബാറിലെ കോഴിക്കോട്, കണ്ണൂര്, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥാപനത്തില് വേണ്ടത്ര ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാരുടെ അപര്യാപ്തത, രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന മരുന്ന് ക്ഷാമം, ഈ വിഷയങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരരംഗത്ത് എത്തി. ഇപ്പൊ ഇത് തുടർച്ചയായിട്ടുള്ള തീപിടുത്തം, അത് മാത്രമല്ല ചികിത്സാ പിഴവുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പിടിപ്പീടായിട്ട് കാണുന്നതല്ല. തീർച്ചയായിട്ടും ഇതുപോലെ ഇത്രമാത്രം കുത്തഴിഞ്ഞ രീതിയിൽ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതൊന്നും 2 സംഭവം മാത്രമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് നിരന്തരമായ സമരത്തിന്റെ പാതയിലാണ് ഞങ്ങൾ. അതിന് കാരണം അവിടെ നിരന്തരമായ ഇത്തരത്തിലുള്ള വീഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നേരത്തെ ഒരു 4 വയസ്സുകാരൻ കുട്ടി, ആ കുട്ടിക്ക് 6ാമതൊരു വിരലുണ്ടായി. ആ വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്ക് വന്ന കുട്ടിയുടെ നാക്കിന് ശസ്ത്രക്രിയ ചെയ്യുന്ന സാഹചര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഹർഷിന എന്ന് പറഞ്ഞൊരു യുവതി, പ്രസവാനന്തര ശസ്ത്രക്രിയക്ക് ശേഷം വീട്ടിൽ പോയ യുവതിക്ക് വലിയ വേദന അനുഭവപ്പെടുക, തീവ്രമായ വേദന. ആ വീട്ടിലുള്ള പരിശോധനയിൽ മനസ്സിലാവുന്നത് ആ സ്ത്രീയുടെ വയറ്റിനകത്ത് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വെച്ച് സർജറി പൂർത്തിയാക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. ഈ രീതിയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നിരന്തരമായി മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുണ്ടാവും. ഇതുപോലെ കുത്തഴിഞ്ഞ ഒരു സാഹചര്യം ഒരു കാലഘട്ടത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടില്ല. ഇത് സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ഇതിന് ഒന്നാമത്തെ ഉത്തരവാദി മുഖ്യമന്ത്രിയും രണ്ടാമത്തെ ഉത്തരവാദി ആരോഗ്യ വകുപ്പ് മന്ത്രിയുമാണ്. സമരവും ഇത് ഫലം കണ്ടില്ലേ സമരമായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് തീരുമാനം. നേരത്തെ ഞങ്ങൾ പ്രിൻസിപ്പാളിനെ, സൂപ്രണ്ടിനെ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപരോധിക്കുന്ന സമരവുമായി മുന്നോട്ട് പോയി. ഇപ്പൊ ഞങ്ങള് പൊതുജനങ്ങൾക്കിടയിൽ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുകയാണ്. നാളെ ഈ സമരം കളക്ടറേറ്റിൽ ഉൾപ്പെടെ വ്യാപിപ്പിക്കാനുള്ള ആലോചനകളാണ് ഞങ്ങൾക്കിടയിൽ നടക്കുന്നത്.